ഒരു പേഴ്സണൽ വശമുള്ളത് ദീപ്തിക്ക് കൊച്ചിയിലൊരു അവസരം നിഷേധിച്ചു എന്നുള്ളതിലാണ്. ചെറിയൊരു സങ്കടം ഇപ്പോഴും ഉള്ളിലില്ലേ? കൊച്ചി എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും മനോഹരമായ കൊച്ചി. ആരാ കൊച്ചിയെ സ്നേഹിക്കാത്തത്? എല്ലാവരെയും പോലെ ഞാനും കൊച്ചിയെ സ്നേഹിച്ചിരുന്നു. സ്നേഹിച്ചു കഴിഞ്ഞിട്ടേ വഞ്ചിക്കപ്പെടുമ്പോഴുണ്ടാവുന്ന വേദന വലുതല്ലേ? അത് ഞാൻ മനുഷ്യരുടെ കാര്യത്തിലേ ചോദിച്ചത്, ദീപ്തിയുടെ കാര്യത്തിലല്ല. ഇത് എന്നോട് ചോദിക്കണ്ട. എൻ്റെ ഒരു അങ്ങനെയല്ലേ? അല്ല, അതൊരു രാഷ്ട്രീയമായിട്ട് അതിനെ അത്തരത്തിൽ കാണേണ്ട കാര്യമില്ല. നമ്മൾ അത് സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നടക്കുകയും പലരുടെയും പേര് വരികയും പിന്നീട് അത് മാറിപ്പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സങ്കടം ഇല്ല. അങ്ങനെ സങ്കടം എന്നല്ല അതിനെ പറയേണ്ടത്. അല്ല, കൊച്ചിയിലല്ലെങ്കിലും ഞാൻ വരും. ഇപ്പോഴും വരുന്നുണ്ടല്ലോ, ഇപ്പോഴും പ്രചരണത്തിന് എനിക്ക് വരാമല്ലോ. ആരുടെയും പിന്തുണയുടെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പാർട്ടി എന്നെ പ്രചാരകരുടെ വൺ ഓഫ് ദി മെയിൻ പേഴ്സൺ ആയി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എല്ലായിടത്തും പ്രചരണത്തിന് പോകാമല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ചയോടൊപ്പം തന്നെ ഈ ജങ്കാറിന്റെ കക്ഷി കൂടി നമുക്കൊപ്പം ഉണ്ട്. ജങ്കാർ ഫ്രാൻസിസ് മണി. അപ്പോൾ ഈ ജങ്കാറിലും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിലും കുറെ അധികം സങ്കടങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോ ഈ റോഡോ വന്നപ്പോ ഞങ്ങളെ വിചാരിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. പക്ഷെ ഈ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. പ്രശ്നങ്ങൾ തീർന്നു പറഞ്ഞാൽ ഇതിന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാതെ ഇപ്പോഴാണ് കൂടുതലും പറ്റിയത്. ഇപ്പോഴും അത് തന്നെയാണ്. അത് KSNC-ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും KSNC-ക്ക് വ്യക്തമായ ഒരു അഗ്രിമെന്റ് ഇല്ലാതാണെന്ന് കൊടുത്ത്. അതുകൊണ്ടാണ് എഗ്രിമെന്റ് ഉണ്ട്. പക്ഷെ അവര് പറഞ്ഞ എഗ്രിമെന്റ് ആണ് ഈ കോർപ്പറേഷൻ അംഗീകരിച്ചേക്കുന്നത്. ദീപ്തി മാഡത്തിനൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഏത് കോർപ്പറേഷൻ ആയാലും ഇതൊക്കെ തന്നെയാണ്. ഇവരന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞു SPV രൂപീകരിച്ച് നമുക്കിത് സെപ്പറേറ്റ് ഒരു കമ്പനിന്റെ കീഴിലാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മുൻകൈ എടുക്കും. അതല്ല, തീർച്ചയായിട്ടും അത് ഇപ്പൊ പുതിയ ഒരു ഭരണസമിതി വന്നിട്ടുണ്ട്. റോറോയുടെ പ്രശ്നം തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മൾ കാണുന്നത്. 5 വർഷം മുമ്പ് SPV രൂപീകരിക്കാനുള്ള സാങ്ഷൻ 5 വർഷം കൊണ്ടാണ് കിട്ടിയത്. അത് എത്രയും പെട്ടെന്ന് രൂപീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എത്തി, സ്വതന്ത്രമായ രീതിയിൽ എത്തില്ലേ? വളരെ കുഞ്ഞു സമയം കൊണ്ട് നമ്മൾ എത്തും എന്നുള്ളതാണ്. ഇന്നിപ്പോ സാറൊക്കെ വന്നപ്പോ തന്നെ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റി. പക്ഷേ 2 എണ്ണം കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കാര്യക്ഷമമായ യാത്രാ സൗകര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ പരാതി കേട്ടല്ലോ അധികാരികളുടെ ശ്രദ്ധയിലേക്ക്. ഉമ്മ, ഇവിടെയാണോ വീട്? ഇവിടെ ബന്ധുക്കളുണ്ടോ? മക്കളെ ഇവിടെ ഉണ്ട്. ഞാൻ ജോലിക്ക്. എന്ത് ജോലി? ഈ കാറ്ററിംഗ് ആണോ? എന്താ ഉമ്മ വെക്കണത്? ഞാനൊന്നും വെക്കണില്ല, മസാല ശരിയാക്കി കൊടുക്കും, പിന്നെ പ്ലേറ്റും കഴുകും. ഏത് മസാല? ബിരിയാണിയുടെ ആണോ? സുഖമായിരിക്കുന്നോ? നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അതങ്ങനെ നടന്നു പോണ്. സർക്കാർ മാറണോന്നൊരു അഭിപ്രായം ഉണ്ടോ? അത് മാറണമെന്ന് അഭിപ്രായം ഉണ്ട്. എന്തുകൊണ്ടാ മാറണം എന്ന് പറയണേ? ഒരേ ഇങ്ങനെയല്ലേ സാറേ, അപ്പൊ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് മാറി വരട്ടെ. അതന്നെ അല്ലേ? അപ്പോ ഒരുപാട് പേര് നമ്മുടെ ഈ ജങ്കാറിൽ ഇറങ്ങി വരുന്ന മനുഷ്യരുടെ അടുത്ത് ജങ്കാറിലേക്ക് കയറാൻ നിൽക്കുന്ന ആളുകളുണ്ട്. അക്കരയ്ക്കോട്ട് പോകാനിരിക്കുകയാണോ? ഇവിടെയാണോ? കൊച്ചിയിലാണോ? കൊടുങ്ങല്ലൂരാണ്. അവിടെയാണ്. എവിടെ വീട്? കൊടുങ്ങല്ലൂർ. എന്താ അവസ്ഥ? രാഷ്ട്രീയം ആര് ജയിക്കാനാ സാധ്യത? പറയാൻ പറ്റില്ല. നല്ല മത്സരമാണോ? കൊടുങ്ങല്ലൂരും കനത്ത മത്സരമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ചൂടുള്ള കൊച്ചിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോ നമസ്കാരം. ഉഷാറല്ലേ? എവിടെയാണ്? ഈ വൈപ്പിൽ തന്നെ. നമ്മുടെ കൗൺസിലറെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് ആരോട് പറഞ്ഞിട്ട് ഒന്നും ചെയ്യണില്ല. അവിടെ കൊതുകൊണ്ടിരിക്കാൻ പറ്റണില്ല. എല്ലാവരും പിടിച്ചു പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യണില്ല. അവിടെ ആകെ കൊതുക. പുതിയ ഭരണസമിതി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യണില്ല. അവര് ഒരു 5-6 പ്രാവശ്യം കൊണ്ട് ഷൈനി മാത്യുവിനോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കണില്ല. പറഞ്ഞിട്ടുണ്ട് കൗൺസിലിൽ അതിനെ പറ്റി ശക്തമായി പറഞ്ഞു. 6 മാസമായിട്ട് അവിടെ അടിക്കണില്ല. ചൗറമായിട്ട് കിടക്കാണ് കോർപ്പറേഷന്റെ സ്ഥലത്ത് ചെട്ടിയിൽ. തീർച്ചയായിട്ടും അത് ഇടപെടും. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കൊച്ചിയിലൂടെ യാത്ര ചെയ്യുകയാണ്. കൊച്ചിയിൽ വന്നപ്പോൾ ദീപ്തിക്ക് ഒരു വള്ളി കിട്ടിയിട്ടുണ്ട്. കേട്ടോ, അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നമാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഞാനത് തിരിച്ചെടുക്കുന്ന വാക്ക്. അതായത് ആ പ്രശ്നം പരിഹരിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. നാട്ടുകാർ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികളെ കാണുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ, സ്വാഭാവികമായ.